സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ അടുത്ത ഗഡു, അതായത് 2 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുകൂടാതെ തന്നെ 2 മാസത്തെ കൂടി, അതായത് 1600-ൻ്റെ 2 ഗഡുകൾ, വീണ്ടും ഒരു 3200 രൂപ കൂടി നമ്മളുടെ കൈവശം എത്തിച്ചേരാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസത്തിന് വക നൽകുന്ന പ്രധാന അറിയിപ്പ്. 62 ലക്ഷം വരുന്ന വീടുകളിലേക്ക്, 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിലേക്ക് സഹായം എത്തിച്ചേരുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, 16-ൽ പരം ക്ഷേമനിധി ബോർഡിൽ സർക്കാരിൻ്റെ സഹായം വരുന്നു. ഇങ്ങനെ ഈ രീതിയിലെല്ലാം നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ആനുകൂല്യത്തിൽ 2023 ഡിസംബറിലെയും 2024 ജനുവരിയിലെയുമായിരിക്കും നമുക്ക് ലഭിക്കുക. സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. 2 മാസത്തെ പെൻഷൻ ഈസ്റ്റർ, വിഷു, റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് വിതരണം ചെയ്തു വരുന്നതായിട്ടും, ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിൻ്റെ ഒടുവിൽ 2 മാസത്തെ കൂടി പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നതായിട്ടുമുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ട് മാറുകയും ചെയ്യും ഇത്. ഇപ്പോൾ ഏപ്രിൽ കൂടി കണക്കിലാക്കുമ്പോൾ, ഏപ്രിൽ അവസാനിച്ചിട്ടില്ല എങ്കിൽ പോലും 5 മാസത്തെ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. 8000 രൂപയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു സഹായവും. പക്ഷേ ഇത്രയും തുക നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം എടുക്കാനില്ല. 900 കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷന് സർക്കാരിൻ്റെ പക്കൽ നിന്നും ചിലവാകുന്നത്. ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം നൽകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ പെട്രോൾ, ഡീസലൊക്കെ ഇന്ധന സെസ് ഉൾപ്പെടെ ഈടാക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ ഒരു വർഷത്തെ തുക എന്ന് പറയുന്നത് 700 കോടിക്ക് മുകളിലേ ആകുന്നുള്ളൂ. ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തുക പോലും സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടമെടുത്ത് തന്നെയാണ് വിതരണ കാര്യങ്ങൾ സർക്കാർ ഏകോപിപ്പിക്കുക. ഈ മാസം 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണിത്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മളെ ബാധിക്കുന്ന മറ്റ് 2 പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവർ 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത് മൊത്തത്തിൽ ഈ 1600 എന്ന് പറയുന്ന രൂപ ലഭിക്കുന്നവർ. അതായത് കേന്ദ്ര സർക്കാർ 300 രൂപ നൽകുന്ന വിഭാഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ 500 രൂപ നൽകുന്ന വിഭാഗങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചേർക്കുമ്പോഴാണ് 1600 അവരുടെ കൈവശം എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വിതരണത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുക പലരുടെയും അക്കൗണ്ടിൽ എത്താതെ ഇരിക്കുന്ന സാഹചര്യം. ഒരുപാട് ആളുകൾ നിരാശരായിട്ടിരിക്കുന്നു. 1600 അവരുടെ അക്കൗണ്ടിലേക്ക് എത്താതെ വരുന്നു. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരേണ്ടതും. അപ്പോൾ ഈ തകരാറുകൾ വളരെ വേഗം പരിഹരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട് എങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പൂർണ്ണമായിട്ട് തന്നെ വിതരണം ചെയ്യുക എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും 1-2 ദിവസത്തെ വ്യത്യാസത്തിൽ തന്നെ പരമാവധി ഈ ആഴ്ച തന്നെ ഈ ആനുകൂല്യം, നമുക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക മൊത്തം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. 2024 മസ്റ്ററിങ് ആയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു. വാർഷിക മസ്റ്ററിങ് ചെയ്തെങ്കിലേ അതാത് വർഷങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ സമയമാണ്. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക മസ്റ്ററിങ് 2024 വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അറിയിപ്പോ തീയതികളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആരും ധൃതി പിടിച്ച അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും ഓടേണ്ട ആവശ്യവുമില്ല. ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പുകളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. ഇതുപോലെ വിവിധ ജനക്ഷേമ പദ്ധതി, പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.